പാഠം 392 ആമയും മുയലും. അമ്മേ, മണി 6:30. നീ ഇത് റെഡിയായില്ലേ? എന്തിനാ? അത് കൊള്ളാം. ഇന്നലെ വൈകുന്നേരം അരമണിക്കൂർ നിന്നോട് സംസാരിച്ചതാണ് വ്യായാമത്തിന്റെ ആവശ്യകതയെ പറ്റി. എന്നും രാവിലെ 8 കിലോമീറ്റർ നടക്കണമെന്നതിനെ പറ്റി. അതിനാണോ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് റെഡിയായത്? മോഹനയുടെ നടക്കാൻ പോകുന്നതിനെ പോയിക്കോളൂ, എനിക്ക് ഒട്ടും സമയമില്ല. സമയമില്ലെന്ന് പറഞ്ഞ ഞാൻ നിന്നോട് സിനിമ കാണാൻ പോകാമെന്നോ ചീട്ട് കളിക്കാൻ പോകണമെന്നോ അല്ലല്ലോ പറഞ്ഞത്. നടക്കാൻ പോകാം എന്നാണ്. വ്യായാമം മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. എനിക്ക് അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്. ഇനി നടന്നിട്ട് ആരോഗ്യം കൂട്ടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. രാവിലെ നടക്കാൻ പോകലൊന്നും എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. നിന്നെ പോലുള്ള പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടുജോലി മുഴുവനും ചെയ്തു തീർത്ത് 10 മണിക്ക് ഓഫീസിൽ പോകേണ്ട പെണ്ണുങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോഹനയുടെ പിന്നെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് പാടെ ചായ കിട്ടി, അത് കുടിച്ചു, പത്രം വായിച്ചു, ഇനി നടക്കാൻ പോവാ. തിരിച്ചു വരുമ്പോഴേക്കും കുളിക്കാൻ ചൂടുവെള്ളം റെഡി ആയിരിക്കും. അതെടുത്തങ്ങ് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷർട്ടും മുണ്ടും അലക്കി തേച്ച് വെച്ചിരിക്കണം. അതെടുത്തങ്ങ് ഉടുത്ത് ബാഗും കൂടെ എടുത്ത് നേരെ ഓഫീസിലേക്ക് പോവുക. എനിക്കത് പോരല്ലോ. പക്ഷെ മോഹനേട്ടാ, നടക്കാൻ പോകുമ്പോഴും ഈ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് പോകുന്നത് വളരെ മോശമാണ്. ഒരു ടീഷർട്ടും ട്രാക്ക് സൂട്ടും ക്യാൻവാസ് ഷൂ ഒക്കെ ഇട്ടിട്ട് വേണ്ടേ നടക്കാൻ പോവാൻ? ഞാൻ എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ വേഗം റെഡിയായി വരാൻ നോക്ക്. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും കൂടിയാണ് നടക്കാൻ പോകുന്നത്. അത് നടന്നത് തന്നെ. ലോകത്തിലെ ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താണ് കാര്യം? നീ വേഗം വരാൻ നോക്ക്. എനിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്ന് മുതൽ നടക്കാൻ പോകാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ നീ സമ്മതിച്ചതോ? എന്തായാലും ഇത് വഴക്കിലേ തീരത്തുള്ളെന്ന് എനിക്കറിയാലോ. അപ്പൊ പിന്നെ ഇന്ന് രാവിലെ ആവട്ടെ വഴക്കെന്ന് കരുതി. വെറുതെ ഇന്നലത്തെ ഒരു ദിവസം കളയണ്ടല്ലോ. നീ കളിയാക്കാണോ? അതാ ഫോൺ ഇറങ്ങിയിരുന്നു, പോയി എടുക്ക. ആരെല്ലാം അത്യാവശ്യം വിളിക്കായിരിക്കും. ചെല്ല്. ഹലോ. സത്യഭാമയുടെ വീടാണ്. പക്ഷെ സത്യഭാമയുടെ ഇല്ല, പുറത്തു വരിക. അത് ഞാൻ താങ്കളോട് പറയേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു വരുമ്പോൾ ഈ സത്യഭാമ എന്ന് പറയുന്ന ആൾ എന്റെ ഭാര്യയായിട്ട് വരും. എന്റെ ഭാര്യ എവിടെ പോകുന്നു, എപ്പോ വരുമെന്നൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണ്? വക്കീലിനോട് സംസാരിക്കണമെങ്കിൽ 10 മണി കഴിയുമ്പോ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലണം. മനസ്സിലായോ? മനസ്സിലായോ? ആരായിരുന്നു മോനേട്ടാ? ചോദിച്ചില്ല. എനിക്ക് വന്ന കോളല്ലേ, എന്നിട്ട് എന്നെ വിളിക്കാതെ എന്താ? വക്കീലിനെ വിളിക്കുന്നതിന് അതിന്റേതായ സമയമുണ്ട്. നേരം വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിച്ച് വക്കീലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിരിക്കില്ലേ? എന്ത് അത്യാവശ്യത്തിനാണെങ്കിലും നടക്കില്ല. രാവിലെ ആദ്യം ചെയ്യേണ്ടത് വ്യായാമമാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിനക്ക് പുച്ഛം. പക്ഷേ ഇനി മുതൽ ഈ വീട്ടിൽ അത് നടക്കില്ല. നീ പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് നടക്കാൻ പോവാം. മോഹനേട്ടാ, എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. അത് കഴിയുമ്പോഴേക്കും മോഹനേട്ടൻ ഷർട്ട് മുണ്ട് തേച്ച് തരണ്ടേ? അതിലെന്തെങ്കിലും ഒരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പിന്നെ അതിന് വരെ ചീത്ത വിളിക്കില്ലേ? നീ അടുക്കളയിൽ ഇപ്പൊ എന്ത് ചെയ്യുകയായിരുന്നു? അരി കഴുകി അടുപ്പത്ത് വെച്ചു. ആ അരി വേവാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ ആവും. അത്രയും സമയം നീ അടുത്തുന്നില്ലെങ്കിൽ അരി വേവാതിരിക്കും. അതല്ല, നീ അടുക്കളയിൽ നിന്ന് പുറത്തു പോയത് കണ്ട് ഇനി വേവണ്ട, അരി വെറുതെ ഒളിച്ചിരിക്കോ? മോഹനേട്ടാ, ഇന്ന് മുതൽ കൃത്യമായിട്ട് വ്യായാമം ചെയ്തേ പറ്റൂ. എന്റെ കൂടെ നീ നടക്കാൻ വന്നേ പറ്റൂ. അതിന്റെ ആവശ്യം എന്താണ്? വ്യായാമത്തിന്റെ ആവശ്യം എന്തെന്ന് ചോദിക്കുന്ന ലോകത്തെ ആദ്യത്തെ മനുഷ്യജീവി നീ ആയിരിക്കും. തർക്കിച്ച സമയങ്ങളാണ്. 5 മിനിറ്റിനുള്ളിൽ നീ ഇറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കഴിക്കില്ല. ഇത്ര കഷ്ടം മോഹനേട്ടാ. ഇത് ഒരു കഷ്ടമില്ല. ഇന്ന് മുതൽ എല്ലാ ദിവസവും 6 മണി മുതൽ 6:45 വരെ നീയും ഞാനും നടക്കാൻ പോകും. അപ്പൊ അടുക്കള പണിയോ? ഇപ്പൊ നീ എത്ര മണിക്കായി നിൽക്കുന്നത്? 5:30. നാളെ മുതൽ 5 മണിക്ക് നിൽക്കുന്ന പ്രശ്നം തീർന്നില്ലേ? അരമണിക്കൂർ ഉറക്കത്തെക്കാൾ വലുത് ആരോഗ്യമാണ്. സാറേ, സാറേ, ഉത്തമൻ എത്ര രാവിലെ? ഞാൻ ചോദിക്കാം. ഉത്തമൻ എന്നെയല്ലേ വിളിച്ചത്?
ആയിരിക്കും. പക്ഷേ ഉത്തമനോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതിന്റെ കാര്യം? നമസ്കാരം വക്കീലെ, സാറല്ലേ? സാറുണ്ട്. എന്താ കാര്യം? ആ കേശവൻ കുട്ടിയുടെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനായിരുന്നേ. സമയം ഇപ്പൊ എത്രയായി? സമയം ഇപ്പൊ ഏതാണ്ട് 6:30. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ നേരം വെളുക്കുന്നതിന് മുന്നേ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് കയറി വരുന്നത് എവിടുത്തെ മര്യാദയാണ്? അല്ല വക്കീലെ, ഇത് ഞാനാണ് ഉത്തമ. ഇതിനൊക്കെ ഒരു നേരവും കാലമുണ്ട്. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 10 മണിയാവുമ്പോഴേക്കും വില്ലേജ് ഓഫീസിലേക്ക് ചെന്നാൽ മതി. നീയാണോ തീരുമാനിക്കുന്നത്? എന്നെ കാണാൻ ആര് എപ്പോ എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നോട് സംസാരിക്കാൻ ആര് എപ്പോ ഫോൺ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? പക്ഷേ എനിക്ക് വന്ന ഫോൺ കോൾ മോഹനേട്ടൻ തന്നില്ല എന്ന് മാത്രമല്ല, വിളിച്ചയാളോട് 10 മണിക്ക് വക്കീൽ ഓഫീസിലേക്ക് വരാനും പറഞ്ഞു. ഓഫീസുകാരൻ വക്കീലിന് വീട്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഫീസുകാരും വില്ലേജ് ഓഫീസറും ആഫീസിൽ പോയി സംസാരിച്ചാൽ മതി. സാറേ, അപ്പൊ രാവിലെ തരക്കേടില്ലാത്ത എന്തോ ഒരു പ്രശ്നം ഇവിടെ നടന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ സാറേ, ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ 10 മണിക്ക് വില്ലേജ് ഓഫീസിൽ വന്നോളാം കേട്ടോ. ഇത് ഇവൾക്ക് ഫോൺ വന്നപ്പോ കൊടുക്കാത്തതിന്റെ പേരിലൊന്നുമല്ല. പിന്നെ ഉത്തമന് വ്യായാമത്തെ പറ്റി എന്താണ് അഭിപ്രായം? വ്യായാമത്തെ പറ്റി വലിയ നല്ല അഭിപ്രായമാണ്. രാവിലെ നടക്കാൻ പോകുന്നതിനെ പറ്റി അതും വളരെ നല്ലതല്ലേ സാറേ? ഉത്തമൻ രാവിലെ എത്ര കിലോമീറ്റർ നടക്കാറുണ്ട്? അത് പിന്നെ എനിക്ക് അതിന് എവിടെ വയ്ക്കില്ല നേരം. ഇന്നത്തെ കാര്യം തന്നെ നോക്ക്. രാവിലെ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. തിരക്കുന്നേ, ഭയങ്കര തിരക്ക്. എനിക്ക് ഇതുപോലെ തിരക്കുണ്ട്. പക്ഷെ എന്ത് തിരക്കാണെങ്കിലും വ്യായാമം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബുദ്ധിയും വ്യായാമത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഞാനത് പറഞ്ഞപ്പോ ഭാമയ്ക്ക് പുച്ഛിച്ചു. അല്ല, എങ്ങനെ പുച്ഛിക്കാതിരിക്കും? 3 നേരവും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരു വിഡ്ഢിയാണ് നീ. എനിക്ക് ആവശ്യമുള്ള ആരോഗ്യം എനിക്കുണ്ട്. സത്യം പറഞ്ഞ വില്ലേജ് ഓഫീസറെക്കാട്ടിലും കൂടുതൽ ആരോഗ്യം എനിക്കാണ്. എന്താണ് ഇത്ര ഒരു 5 കിലോമീറ്റർ നമുക്ക് ഒരുമിച്ച് നടന്നു നോക്കാം. വില്ലേജ് ഓഫീസർ നായ കിതയ്ക്കുന്ന പോലെ എന്ന് കിതയ്ക്കും. പക്ഷെ സത്യഭാമിക്ക് 5 എന്നല്ല 10 കിലോമീറ്റർ നടന്നാലും ഒന്നും സംഭവിക്കില്ല. ഈ ആരോഗ്യം എന്ന് പറയുന്നത് കാഴ്ചയിൽ തോന്നുന്ന ഒരു കാര്യമല്ല. മനസ്സിലായോ? കണ്ടോ, തർക്കം ജയിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് അവള്. ഉത്തമൻ പറയൂ, എനിക്കാണോ അവൾക്കാണോ കൂടുതൽ ആരോഗ്യം? അയ്യേ, അത് എനിക്ക് എങ്ങനെ അറിയാം സാറേ? ഇത്തരം കാര്യങ്ങളില് പുറത്തുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതേ വൃത്തികേടല്ലേ സാറേ? ഇത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. അപ്പൊ ഇന്നത്തെ വഴക്കിന് അതാണ് കാരണം. കൊള്ളാം, പുതിയൊരു വ്യത്യസ്തതയുള്ള വിഷയമാണ് വ്യായാമം. നീ എന്താ പറഞ്ഞത്? എന്നേക്കാൾ ആരോഗ്യം കൂടുതൽ നിനക്കാണെന്നോ? ഈ ആരോഗ്യം ആരോഗ്യം എന്നതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? ഈ ആരോഗ്യം ആരോഗ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യം എന്നത് തന്നെയാണ്. നാവിന്റെ ആരോഗ്യത്തെ കുറിച്ചാണോ നീ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നിനക്ക് എന്നെക്കാളെന്നല്ല, ലോകത്ത് വേറെ ആരെക്കാളും ആരോഗ്യം കാണും. എങ്ങനെ കാണാതിരിക്കും? രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതി മുറിയിൽ കയറി നിന്ന് നട്ടാക്കിളിക്കാത്ത നുണ പറഞ്ഞ് ശീലിച്ചിരിക്കല്ലേ? ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ കുറിച്ചാണ്. ഗുസ്തി പിടിച്ചാൽ ചിലപ്പോൾ മോഹനോട് ജയിക്കുമായിരിക്കും. പക്ഷേ ഒരു 100 മീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ അത് ഞാനേ ജയിക്കും. എങ്ങനെ? 100 മീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഞാനേ ജയിക്കൂന്ന്. കഴിഞ്ഞ 7-8 കൊല്ലമായി രാവിലെയും വൈകിട്ടും 4 കിലോമീറ്റർ നടക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എല്ലാ ദിവസവും. നീയോ ഒരു 100 മീറ്റർ ദൂരം നടന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള നീ എന്നെ ഓടി തോൽപ്പിക്കുന്നോ? എന്റെ മോഹനേട്ടാ, ലോ കോളേജിൽ പഠിക്കുമ്പോ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, 800 മീറ്റർ തുടങ്ങിയ എല്ലാ ഓട്ടത്തിലും ഞാനായിരുന്നു ഒന്നാമതേ. എന്നെയാണ് മോഹനേട്ടൻ ഇപ്പൊ വെല്ലുവിളിക്കുന്നത്. നീ ഒറ്റയ്ക്കുണ്ടായിരുന്നല്ലോ ഓടാൻ? കോളേജിൽ ഇഷ്ടംപടി കുട്ടികൾ എനിക്കെതിരെ മത്സരിക്കാനുണ്ടായിരുന്നു. പക്ഷേ സത്യഭാമ ആരാ മോള്? ആരും എന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. നീ ഈ കഥ വക്കീൽ ഓഫീസിൽ പോയി ഏതെങ്കിലും മണ്ടം വക്കീലമായെടുത്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. പക്ഷെ കെ മോഹനേഷൻ വിശ്വസിക്കില്ല. മാന തുടങ്ങി വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ല സത്യമാ. ശരി, ഞാൻ വിശ്വസിച്ചു. ഒറ്റ അവസ്ഥയിൽ നീ എന്നെ ഓടി തോൽപ്പിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഓടി കളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. ഇനിയിപ്പോ നിനക്ക് ഓടാൻ മടിയാണെങ്കിൽ നമുക്ക് നടക്കാം. രാവിലെ ആളുകൾ നടക്കാൻ പോകാറുണ്ടല്ലോ, അതുകൊണ്ട് ആരും ഒന്നും പറയില്ലല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ല. അടുത്ത ഞായറാഴ്ച ആവട്ടെ. അതിനെ കയ്യിൽ വെച്ചാൽ മതി. എന്നേക്കാൾ ആരോഗ്യം നിനക്കാണെന്ന് ഉത്തമന്റെ മുമ്പ് വെച്ച് വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി ഓരോ തീർപ്പിന് ഞാനില്ല.
ഇന്ന് രാവിലെ ഇപ്പൊ നമ്മൾ നടക്കാൻ പോകുന്നു. ഒരുപാട് വേണ്ട, ഒരു 3 കിലോമീറ്റർ. ആര് ജയിക്കുന്നു അയാൾക്ക് ആരോഗ്യം കൂടുതലുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം. തോറ്റാ മോഹനേട്ടന് മനം പോവേ. ഞാൻ നോക്കില്ലല്ലോ. പണ്ട് ആമയുടെ അടുത്ത് പന്തയം വെച്ച മൊയലിനും ഇതേ ആത്മവിശ്വാസം തന്നെ ആയിരുന്നു. ആ മുയലിന് ബുദ്ധി ഉണ്ടായിരുന്നില്ല, പക്ഷേ മോഹനേഷിന് ബുദ്ധിയുണ്ട്. ബുദ്ധി കൊണ്ട് നടന്ന മത്സരം ജയിക്കില്ല. ആരോഗ്യവും എനിക്കാണ് കൂടുതൽ. വേറെ നാണക്കെടാവും മോനേട്ടാ. നീ എന്നെ വരട്ടുന്നു. ഇനി ഈ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇന്ന് ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കാപ്പി റെഡിയാക്കിയിട്ടില്ല. കാപ്പി വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പോയി കഴിച്ചോളാം. ഷയ്യോ, ഷർട്ട് മുണ്ട് തേച്ചിട്ടില്ല. ഒരു ദിവസം തേക്കാത്ത ഷർട്ട് മുണ്ടിട്ട് ഞാൻ പോയിക്കോളാം. നാളെ മത്സരിക്കാം. അത് നടക്കില്ല. ഇനിയിപ്പൊ ആകാശം ഇടിഞ്ഞു വീണാലും ഈ തർക്കത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കിയുള്ളൂ. പെട്ടെന്നടിയാവും. അല്ല, എന്റെ ഭഗവാനെ, വെറുതെ കിടന്ന് മൂപ്പിക്കണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? എന്താണ് സാറിന്റെ ഉദ്ദേശം? ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് കൃത്യം 3 കിലോമീറ്റർ നമ്മൾ നടക്കുന്നു. അതായത് ഈ വരയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ എന്ന് പറയുന്നത് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡാണ്. അവിടെ ആരാദ്യം എത്തുന്നോ അവർ ജയിച്ചു. നടക്കണോ ഓടണോ? എന്ത് വേണമെങ്കിലാവാം. ഞാൻ നടക്കുകയുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഓടാം. പക്ഷേ 3 കിലോമീറ്റർ ഉണ്ട് എന്ന് ഓർത്ത് വേണം ഓടാൻ. വഴിയിൽ തലയിറങ്ങി വീണാൽ ഞാൻ സഹായിക്കില്ല. കാരണം ഇതൊരു മത്സരമാണ്. മത്സരം ജയിക്കുക എന്നുള്ളതാണ് മോഹനകൃഷ്ണന്റെ വാശി. ഞാൻ അങ്ങനെ തലയിറങ്ങി വീഴുവൊന്നുമില്ല. സത്യം ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ബാക്കി ചർച്ച വെയിറ്റിംഗ് ഷെഡിൽ വെച്ച്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മൾ മെനക്കെടുകയല്ലേ. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്താണ് സമ്മാനം? ജയിക്കുന്ന ആൾക്ക് മറ്റേ ആളേക്കാൾ ആരോഗ്യമുണ്ട് എന്ന് സമ്മതിക്കും. അയ്യടാ, അതൊരു സമ്മാനമാണോ? ഈ നേരത്തെ 3 കിലോമീറ്റർ നടന്ന മെനക്കെട്ടിട്ട് ആരോഗ്യം ഉണ്ടെന്ന് സമ്മതിച്ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? വേറൊരു പത്തേ പറ. ശരി, ജയിക്കുന്ന ആൾക്ക് തോൽക്കുന്നയാൾ ഒരു ചായ വാങ്ങി കൊടുക്കുന്നു. ചായയോ? അതൊന്നും ശരിയാവില്ല. ഞാൻ ജയിക്കുകയാണെങ്കിൽ മോഹനേട്ടൻ എനിക്ക് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി തരണം. തയ്യാറാണോ? തരാം. ഞാൻ ജയിച്ചാലോ? മോഹനേട്ടൻ എന്താ വേണ്ടത് പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം. എനിക്കൊന്നും വാങ്ങി തരണ്ട. നാളെ മുതൽ രാവിലെ ഞാൻ പറയുന്നതായിരിക്കണം വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കി തരണ്ട. ശരി, സമ്മതിച്ചു. ഇന്നെന്താ വേണ്ടത്? അപ്പൊ ഞാൻ ജയിച്ചു എന്ന് നീ സമ്മതിച്ചു? അതുകൊണ്ടല്ലേ, മോഹനേട്ടൻ ജയിക്കുകയാണെങ്കിൽ ഇനി ഞാൻ എന്താ ഉണ്ടാക്കി തരേണ്ടത്? ഇഡ്ഡലി. ശരി, അപ്പൊ മോഹനേട്ടൻ ജയിച്ചാൽ ഇഡ്ഡലി, ഞാൻ ജയിച്ചാൽ ബിരിയാണി. തുടങ്ങാം. ഇവരെ കയറി നിൽക്ക്. ശരി, 1 2 3. മോഹനേഷോടാ കളി. ഇത്രയും കാലം ആ നാക്കുണ്ടായിരുന്നല്ലോ യുദ്ധം. അതിൽ നീ ജയിക്കുമായിരിക്കും. പക്ഷേ ഈ കളിയിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഭാമേ. അയ്യോ, എന്തൊരു പോക്ക ഇത്. നേരെ വഴിക്ക് വലിയ അവസരം തോൽപ്പിക്കാൻ പറ്റില്ല. മോഹനേട്ടാ, അതൊക്കെ ഇങ്ങനെ നടന്നു പോരെ. ഞാൻ പോകുന്നു, ടാറ്റാ. നീ എവിടെ ഓടും ഭാമേ? 3 കിലോമീറ്റർ ദൂരമുണ്ട്. പയ്യെ തിന്നാ പനയും തിന്നാം. തലയിറങ്ങി ഇവിടെ ഞാൻ എടുക്കൂല.
നടന്നു നടന്നു വില്ലേജ് ഓഫീസറെ ഞാൻ ശരിയാക്കി തരാം. എവിടെ പോയി? ഇത്രയും നേരം ഓടിയിട്ട് ക്ഷീണമല്ലേ? കൊള്ളാലോ. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. നിർത്തോ. എന്താ വക്കീല്? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോണം. കാശെടുത്തിട്ടില്ല, വൈകിട്ട് പോരെ? വക്കീല് കേറ്. അന്ന് വിട്ടോ. വിട്ടു. ഇനി ആലോചിച്ച സംഗതി കൊള്ളാം. ഓടിയാലോ? ഇവിടെ നിർത്തിയാ മതി. എന്താ വക്കീലെ ഇവിടെ? ചെറിയൊരു പ്രശ്നം. പൈസ ഞാൻ വൈകിട്ട് തന്നോളാം. ഇതിന് പൈസ ഒന്നും വേണ്ട വക്കീലെ. ശരി ശരി. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇനി സാറിന് വരട്ടെ. ശക്തിയെ ബുദ്ധിമുട്ട് നേരിടുന്ന എങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ സാറിന് കാണിച്ചു കൊടുക്കാം. സാറിന് തിരിച്ചു പോയി കാണോ? വരുന്നുണ്ടല്ലോ. ഈശ്വര, അവിടെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു മോഹനയുടെ നടത്തം? വല്ലാതെ വേർത്തല്ലോ. 3 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും ഇങ്ങനെ വേർക്കുവോ? അതൊക്കെ മോഹനയുടെ എന്നെ കണ്ടുപിടിക്കേ. ഇത്ര നടന്നു ഞാനൊരു ഇത്തിരി പോലും വേർത്തോ? ഞാൻ ഓടിങ്ങ് പോന്നു. ഇത്രയും നടന്നതിനാണോ മോഹനോട് ഇങ്ങനെ നടന്ന് കഥയ്ക്കുന്നത്? അപ്പൊ 8-10 കിലോമീറ്റർ നടക്കേണ്ടി വന്നാലോ? നമുക്ക് തിരിച്ചു പോവാം. പോയിട്ട് ഓഫീസ് പോകാനുള്ളതല്ലേ? നടന്നിട്ടാണോ ഓടിയിട്ടാണോ? ഞാൻ ഓടിയൊക്കെ പൊക്കിയോളാം. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുള്ളതല്ലേ? അത് വേണ്ട, നീ നടന്നു തന്നെ വന്നാ മതി. ഒരുപാട് ഓടുന്നത് ശരീരത്തിന് നല്ലതല്ല. ടീച്ചറ് 3 കിലോമീറ്റർ നടക്കാനോ? വരുവാ. നടന്നു വരുന്നു കാണുന്നില്ലേ? വരുന്നു. മണി 9:45. എനിക്ക് ഓഫീസിൽ പോണ്ടേ? ഇതാ ചോറ്. എന്റെ ജോലി കഴിഞ്ഞു. ദേ ചോറ് മാത്രമേ ഉച്ചക്കത്തേക്ക് കറിയൊന്നുമില്ല. കറിയൊന്നുമില്ലേ? ഇല്ല. കറി ഉണ്ടാക്കാനുള്ള നേരം കിട്ടില്ലല്ലോ. രാവിലെ അടുക്കള ജോലി ചെയ്യേണ്ട സമയത്ത് ആരോഗ്യം പരീക്ഷിക്കാൻ പോയിരിക്കായിരുന്നല്ലോ. അത് കൊള്ളാം. ഞാൻ ഉച്ചക്ക് വെറും ചോറ് മാത്രം എങ്ങനെ കഴിക്കും? ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കറി ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം വേണമായിരുന്നു. അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഓ,
രാവിലെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞതിന് നീ പ്രതികാരം ചെയ്യണല്ലേ? അല്ല, സത്യമായിട്ട് നേരം കിട്ടാഞ്ഞിട്ടാണ്. ആ ഇനിയിപ്പോ വെറും ചോറ് കഴിക്കാൻ മോഹനേട്ടൻ മടിയാണെങ്കിൽ സുലൈമാന്റെ ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങി കഴിക്ക്. പന്തയം വെച്ച പ്രകാരം എനിക്കൊരു ബിരിയാണി വാങ്ങി തരാനുണ്ടല്ലോ. ഞാൻ ബിരിയാണി കഴിക്കില്ല. വല്ലപ്പോഴും ബിരിയാണി കഴിക്കണം നല്ലതാണ്. മോഹനേട്ടന്റെ ആരോഗ്യം തീരെ മോശമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ബിരിയാണിയൊക്കെ കഴിച്ച് ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്താനുണ്ട്. എന്നാലും ഭാര്യയെക്കാട്ടിലും ആരോഗ്യം കുറഞ്ഞ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കളിയാക്കുമല്ലോ എന്റെ ഈശ്വരാ. നാട്ടുകാരുടെ കാര്യമില്ലല്ലോ, വീട്ടുകാരികൾ വീട്ടിൽ തീർക്കണം. ആ വീട്ടിൽ തീർക്കേണ്ട കാര്യം റോഡിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണല്ലോ വില്ലേജ് ഓഫീസർ തോറ്റുപോയത്. ആ മോഹനേട്ടാ, ആ ഓട്ടോ ഡ്രൈവർ സതീശനെ കാണുവാണെങ്കിൽ ഒരു 15 രൂപയും കൊടുത്തേക്കണേ. എന്ത്? സതീശനാണല്ലോ രാവിലെ എന്നെ വെയിറ്റ് ഷെട്ടി കൊണ്ടുവിട്ടത്. എന്താ നോക്കണേ? ഞാൻ മോഹനേട്ടനെ നടന്നതോടി തോപ്പിക്കുന്നു. മോഹനേട്ടൻ കരുതിയില്ലോ, കഷ്ടം. പിന്നെ നീ എന്ത് ചെയ്തു? നിർത്തോ. എന്താ വക്കീലെ? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോണം. കാശെടുത്തിട്ടില്ല, വൈകിട്ട് പോരെ? വക്കീല് കേറ്. ശരി, എന്നാ വിട്ടു. ഓഹോ, അപ്പൊ പന്തയം നീ തോറ്റു. പന്തയം തോറ്റാൽ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ ഉണ്ടാക്കി തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ കറി വേണം. അതെ, എനിക്ക് ഇഷ്ടമുള്ള കറികൾ ഈ നിമിഷം ഉണ്ടാക്കി തരണം. സാമ്പാറും പയർതോരനും മീൻ വറുത്തതും എല്ലാം വേണം. അവസരം ചൂഷണം ചെയ്യാൻ വില്ലേജ് ഓഫീസർ മിടുക്കനാണെന്ന് എനിക്ക് പണ്ടേ അറിയാലോ. സാമ്പാറും പയർതോരനും മീൻ വറുത്തൊക്കെ ഇതിനകത്തുണ്ട്. ഉച്ചയ്ക്ക് വെട്ടി വെട്ടി വിഴുങ്ങ. ബിരിയാണി വാങ്ങി തരുമോ? വരണം. ഇല്ല. പണ്ടത്തെ മുയൽ തോറ്റത് ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടാണെങ്കിൽ ഇത്തവണ ആമ ഒരു ഓട്ടോറിക്ഷയെ കൂട്ടുപിടിച്ച് മുയലിനെ തോൽപ്പിക്കുകയായിരുന്നു. എന്തായാലും ജയിച്ച ആമ തോറ്റുകൊടുക്കാൻ തയ്യാറായതോടെ തർക്കം തീർന്നതിനാൽ ഈ കഥ ഇവിടെ ചുരുക്കുന്നു. പുതിയ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.